BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. M5 ലൈവിലേക്ക് സ്വാഗതം. FCR നടപ്പിലാക്കിയേക്കുമെന്ന് സൂചന. തിരഞ്ഞെടുപ്പിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ നിർത്തിവെച്ച വിദേശ സഹായ നിയന്ത്രണ ചട്ട ഭേദഗതി നടപ്പിലാക്കിയേക്കുമെന്ന് വ്യക്തമാകുന്നു. കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കും എന്ന BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിവേദനത്തെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നത് നിർത്തിവെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഷണറി സംഘടനയായ ദ തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ 6 പ്രവർത്തകർക്കെതിരെ UAPA നിയമമനുസരിച്ച് ബാംഗ്ലൂർ പോലീസ് കേസെടുത്തിരുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനവും വിഘടനവാദവും നടത്തുന്നവർക്കെതിരെയാണ് സാധാരണയായി UAPA അനുസരിച്ച് കേസെടുക്കുന്നത്. ബാംഗ്ലൂർ കോത്തന്നൂർ പോലീസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയിൽ കേസെടുത്തത്. 92.5 കോടി രൂപ മാവോവാദി മേഖലകളിൽ ഇവർ ചെലവഴിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരാതി നൽകിയത്. തിമോത്തി ഇനിഷ്യേറ്റീവിന്റെ പ്രവർത്തകരായ ജോനാഥൻ S. രാജൻ, മൈക്ക മാർക്ക്, അജിത് വർഗീസ് മത്തായി, വർഗീസ് ചാക്കോ, ബബ്ലു കുർമി, സുപ്രീം ജോയ് എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇവർ രാജ്യസുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും ഭീഷണി ഉണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജരേഖകളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ദുരുപയോഗം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന, വിദേശ നാണ്യ ചട്ടലംഘനം എന്നിവ അനുസരിച്ചാണ് കേസെടുത്തിട്ടുള്ളത്. കേസിൽ പ്രതികളായവർ വിദേശ ഡെബിറ്റ് കാർഡുകൾ വഴി പണം പിൻവലിച്ച് കർണാടക, ആസാം, ഛത്തീസ്ഗഡ് തുടങ്ങിയ മാവോവാദി മേഖലകളിൽ പണം എത്തിച്ചതായാണ് സൂചന. വിദേശ നാണ്യച്ചട്ടം SCRA വ്യവസ്ഥകൾ ലംഘിച്ച് 92.55 കോടി രൂപ മാവോവാദി മേഖലകളിൽ നൽകി. ഇത് മതം മാറ്റത്തിനും മാവോവാദി പ്രവർത്തനത്തിനും ഉപയോഗപ്പെടുത്തിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏപ്രിൽ 18 ബാംഗ്ലൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 24 വിദേശ ഡെബിറ്റ് കാർഡുകളുമായി മൈക്ക മാർക്കിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇയാൾ വിവിധ സംസ്ഥാനങ്ങളിലായി 1000-ലധികം വിദേശ ഡെബിറ്റ് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നതോടെ ഫണ്ട് കൈമാറ്റത്തിന്റെ രേഖകൾ ബാങ്കുകളിൽ നിന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. മാവോവാദികൾക്ക് ആയുധവും പണവും നൽകുന്നതിൽ ക്രൈസ്തവ മിഷണറിമാർക്ക് പങ്കുണ്ട് എന്ന ആരോപണം ഇതോടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. സ്റ്റാൻസ്വാമി അടക്കമുള്ളവരുടെ അറസ്റ്റിന് നേരത്തെ നിദാനമായതും ഈ ആരോപണമായിരുന്നു. കേന്ദ്ര സർക്കാർ ഹവാല വിദേശപണ ഇടപാടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ മറ്റു വഴികളിലൂടെ പണം എത്തിക്കാനുള്ള മതം മാറ്റ ലോബിയുടെ പ്രവർത്തനമാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് FCRA പൂർണ്ണമായും നടപ്പിലാക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. ഇതിനിടെ കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ ഇതിനെതിരെ വീണ്ടും ഉപരോധം സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പ്രതിഷേധ ദിനം ആചരിക്കാൻ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മതം മാറ്റ ലോബിയും മാവോവാദികളും തീവ്രവാദ സംഘടനകളും ഒക്കെയായിട്ടുള്ള ബന്ധം അതിശക്തമായി നിയന്ത്രിക്കാൻ ഇത്തരം നിയന്ത്രണ ഉപാധികൾ ഉണ്ടായേ കഴിയൂ എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും നിലപാട്. മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭകളും ക്രൈസ്തവ വോട്ട് ബാങ്കും BJPയെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, പല ഭാഗങ്ങളിലും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്തു എന്ന ആരോപണവും ശക്തമായി രംഗത്തുണ്ട്. നന്ദി, നമസ്കാരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.